ഹായ്. അപ്പം ഞങ്ങളങ്ങനെ ബീച്ചിലെ ചാട്ടമൊക്കെ കഴിഞ്ഞ് ഗോവയോട് വിട പറയാനായിട്ട് വന്നു. റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന റെസ്റ്റോറൻ്റൊക്കെ. അപ്പം വെള്ളത്തിൽ ചാടിയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഹോട്ടലിൽ കയറി അത്യാവശ്യം അവിടെ ഗോവയുടേതായിട്ടുള്ളൊരു ഫുഡ് പാവ് ബിജിയൊക്കെ കഴിച്ചു. നല്ല രുചികരമായൊരു ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഗോവയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇനിയിപ്പം എത്രയും വേഗം വയനാട്ടിലെത്തുക എന്നുള്ളതാണ്. 650ഓളം കിലോമീറ്റർ ഉണ്ട്. കുഞ്ഞുവാവ ക്ഷീണം കൊണ്ട് ഉറങ്ങി. ബാക്കി എല്ലാവരും വണ്ടിക്കകത്തുണ്ട്. അപ്പു ഒരു ബ്ലാങ്കറ്റൊക്കെ എടുത്ത് ബാക്കിലത്തെ സീറ്റ് മുഴുവൻ ഒരു ടെൻ്റ് ഉണ്ടാക്കി അതിനുള്ളിൽ കിടന്ന് കളിയാണ്. അപ്പോൾ ഇനിയിപ്പം തിരിച്ചങ്ങോട്ട് കംപ്ലീറ്റ് യാത്ര മാത്രമാണ്, വേറെ പരിപാടികളൊന്നും തന്നെയില്ല. അപ്പോൾ പോണ വഴിക്ക് വൈഫ് ടാറ്റു ചെയ്യുന്ന കാര്യം ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് മറന്നു കാണുമെന്ന് വിചാരിച്ചു, പക്ഷേ ആളത് വിട്ട ലക്ഷണം കാണുന്നില്ല. അപ്പം പോകുന്ന വഴിക്ക് ടാറ്റു സെൻറ്റർ ഉണ്ടെങ്കിൽ ടാറ്റു അടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഗോവയിൽ നിന്നും പതുക്കെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം തന്നെ ഒരു വ്യത്യാസവും ഇല്ല. കേരളത്തിലെ നാട്ടിൻപുറത്തോടെ വഴി ഓടിച്ചു പോകുന്നത് തന്നെ വഴികളും കുഴികളും എല്ലാം സെയിം തന്നെയാണ്. മരങ്ങളും ചെടികളും പുല്ല് വരെയും സെയിം കേരളം തന്നെ. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഏതൊക്കെയോ ഒരു നാട്ടിൻപുറത്തൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന പോലെ ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ ഗോവയിൽ. എന്തായാലും ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകുന്നോണ്ടിരിക്കുകയാണ്. അപ്പം വരുന്ന വഴിക്ക് വൈഫ് ഇങ്ങനെ നോക്കിയിരുന്നതുകൊണ്ട് കണ്ണിങ്ങനെ വെട്ടാതെ നോക്കിയിരുന്നതുകൊണ്ട് തന്നെ കൺമുന്നിൽ നേരെ ഒരു ടാറ്റു സെൻ്ററാണ് പെട്ടത്. കണ്ടിട്ട് അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, അത്യാവശ്യം ഒരു ഒരു ഹൈജീനൊക്കെ ഉള്ളതാണെന്ന് പെട്ടെന്ന് നോട്ടത്തിൽ കണ്ടപ്പോൾ മനസ്സിലായതുകൊണ്ട് തന്നെ അവിടെ കയറാമെന്ന് വെച്ചു. ഏതായാലും അവിടം വരെ എത്തുന്നോടം വരെ ഇനി എല്ലാം അത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ആളുടെ ആഗ്രഹപ്രകാരം ടാറ്റു ചെയ്യാനായിട്ട് കയറി. ആളവിടെ ചെന്നു എഴുതേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു, അവരുടെ സജഷനൊക്കെ പറഞ്ഞ് അവരവിടെ വെച്ച് തന്നെ പുതിയ നീഡിലും കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ പൊട്ടിച്ച് അത് നല്ല നീറ്റായിട്ട് ചെയ്യണം. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്കിപ്പോഴും അതിൻ്റെ ഒരു ഇത് മനസ്സിലായിട്ടുള്ളൂ. നമ്മുടെ സ്കിന്നൊക്കെ തുളച്ചിങ്ങനെ വേദന എടുത്ത് ഇത്ര വിഷമിച്ച് എന്തിനാണ് ഇത് കുത്തുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ലാത്തൊരു സാധനമാണ്. എന്നാലും ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ടല്ലോ. അപ്പോൾ ആളങ്ങനെ എന്തായാലും ഞങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ എല്ലാവരും സ്ഥിരം ടാറ്റു ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ രണ്ടക്ഷരങ്ങളൊക്കെ കുത്തി അതിനിടയ്ക്കൊരു ലവ് ചിഹ്നമോ ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമൊക്കെ റെഡ് കളറിൽ ചെയ്യിപ്പിച്ചൊക്കെ ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ കുട്ടികൾ വണ്ടിക്കകത്തിരുന്ന് ഒന്ന് രണ്ട് പേര് ഉറങ്ങുന്നു, ബാക്കിയുള്ള ഒരാളവിടെ എണീറ്റിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഇതിപ്പോൾ എന്തായാലും ഇതൊരു കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെ എന്തായാലും ഇന്നത്തെ യാത്ര ഗോവയോട് വിട പറഞ്ഞ് രാത്രി മുഴുവൻ യാത്ര കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ച് വയനാട്ടിൽ മോർണിംഗിൽ ഒരു ഗൂഗിൾ മാപ്പ് പ്രകാരം ഒരു 7 മണിക്ക് എത്തുമെന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം അവിടെ ചെന്ന് സോബിനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് നേരെ ബത്തേരിയിൽ ഓഫീസിൻ്റെ പണി നടക്കുന്ന സ്ഥലത്തൊന്നും കൂടി ചെന്ന് വേണ്ട അടുത്ത ഘട്ടം പണിയുടെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പോരാം എന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് ടാറ്റു കുത്താനായിട്ട് നിന്നത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ബീച്ചിൽ നിന്ന് കയറിയപ്പോൾ തന്നെ കുറച്ച് താമസിച്ചു. 1 മണിക്ക് ചെക്കൗട്ട് പ്ലാൻ ചെയ്തിട്ട് 3 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യാൻ സാധിച്ചത്. അപ്പം അതിൻ്റേതായൊരു താമസം യാത്രകളിലും വന്നിട്ടുണ്ട്. എന്തായാലും ആളുടെ ഇഷ്ടപ്രകാരം തന്നെ പച്ചകുത്തൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പച്ചയല്ല ടാറ്റു കുത്ത് നടക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഫിനിഷാക്കി അവരത് അതിൻ്റെ മുകളിലൊരു കവറൊക്കെ ഒട്ടിച്ച് സേഫാക്കി 4 ദിവസത്തിന് നനയ്ക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കവറൊക്കെ ചുറ്റിയാണ് കൊടുത്തത്. അപ്പോൾ എന്തായാലും ടാറ്റു കുത്തിയ സന്തോഷത്തിലെ ആളാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും യാത്രയൊക്കെ തുടർന്നു. രാത്രിയായി. ഏകദേശം ഗോവയോട് വിട പറയുകയാണ്. പനാജി എത്തി. അവിടെ നല്ല പനാജി ഉണർന്നു കഴിഞ്ഞു. അവിടെ കാസിനോകളും അതുപോലെ തന്നെ ഷിപ്പുകളും എല്ലാം ഉണർന്നു കഴിഞ്ഞു. പാലത്തിൻ്റെ മുകളിൽ ലൈറ്റുകൾ, വിവിധ കളറിലെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. ആ ഗോവയിലേക്ക് വരുമ്പം അവർക്ക് ടൂറിസത്തിലേക്ക് ആളുകളെ ആകർഷിക്കാനായിട്ടുള്ള എല്ലാ ഭംഗികളും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് വളരെ ഒരു ഭംഗിയായിട്ട് തന്നെ പല കളറിൽ ഇങ്ങനെ മാറി മാറി കത്തിക്കൊണ്ടിരിക്കുന്നതിന് എത്ര ദൂരെ നിന്ന് നോക്കുമ്പോഴേ അതൊരു അതിൻ്റെ ഗോവയുടെ ടൂറിസത്തിൻ്റെ ഒരു മുഖമായിട്ടാണ് കാണുന്നത്. ടൂറിസത്തിൻ്റെ മേഖലകൾ ഒഴികെ ബാക്കിയുള്ള മേഖലകളെല്ലാം കേരളം പോലെയൊക്കെ തന്നെയാണ്. കേരളത്തിൻ്റെ അത്രയും ഭംഗിയുള്ള വീടുകളോ അത്രയും ഡെവലപ്മെൻറ്റ്സ് ഒന്നും കാണാനില്ലാത്തൊരു ഏരിയയാണ് ഗോവയുടെ ഉൾഗ്രാമങ്ങളെല്ലാം. ഞങ്ങൾ കൂടുതൽ ഉൾഗ്രാമങ്ങളിൽ കൂടെയാണ് യാത്ര ചെയ്തത്. വലിയ ഭംഗിയുള്ള വീടുകളൊന്നുമില്ല. എല്ലാം പഴയ വീടുകളോ അത്ര മേൽ വൃത്തിയായിട്ടൊന്നും സൂക്ഷിച്ചതായിട്ട് കണ്ടില്ല. എല്ലാം പായലൊക്കെ പിടിച്ച് കിടക്കുന്ന പഴയ വീടുകളൊക്കെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പം അങ്ങനെ ഞങ്ങൾ പനാജി പാലമൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേനും നമ്മൾ കടന്നു പോകാനുള്ള തുരങ്കത്തിൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേനും ഒരു ബസ് ഇങ്ങനെ മുന്നിൽ തുള്ളി 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 പോകുന്നുണ്ട്. റോഡിൻ്റെ പണിയുടെ ഇതുകൊണ്ടായിരിക്കാം ബസ്സിൻ്റെ സസ്പെൻഷനൊക്കെ അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. എന്തായാലും ഡാൻസ് കളിച്ച് ബസ് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ പതുക്കെ ആ രണ്ട് തുരങ്കങ്ങളും കടന്ന് ഗോവയോട് വിട പറയുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് പോലീസ് ചെക്കൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിയൊന്നും ചെക്ക് ചെയ്തില്ല.
എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ബാക്കിയുള്ള അവിടെയുള്ള ചെറുപ്പക്കാർ വരുന്ന വണ്ടികളെല്ലാം അവർ വണ്ടി നിർത്തി ആൾക്കാരെ ഇറങ്ങി ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് ഫാമിലിയും കുട്ടികളും ആയതുകൊണ്ട് തന്നെ അവർ കൈ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു, തലയിട്ട് നഖത്തോട്ട് നോക്കി ചോദിച്ചു, കുഴപ്പമില്ല ഇല്ലല്ലോ എന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ട യാത്ര ഞങ്ങൾ കേരളത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് പണി കിട്ടി. കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ ഒരു കപ്പ് പോലത്തെ കുഴിയിൽ ചാടി, വണ്ടിയുടെ 2 അലോയും ബെൻഡായി, കാറ്റ് പോയി. പിന്നെ അന്നേരത്തിന് അവിടുന്ന് കുറേ ചെറുപ്പക്കാർ പിള്ളേർ, കാഞ്ഞങ്ങാടുള്ള അർജുൻ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ നേതൃത്വത്തിൽ കുറേ വണ്ടിക്കാർ പിള്ളേർ വന്നു. അതെല്ലാം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താണ്ട് തന്നെ, പിള്ളേരെ ഉണർത്താണ്ട്, വണ്ടിക്കകത്ത് ഉണർത്താണ്ട് തന്നെ അവരെല്ലാം ടയർ തൽക്കാലം ഒന്ന് അഴിച്ചുകൊണ്ട് പോയി ട്യൂബൊക്കെ ഇട്ട് കൊണ്ടെത്തുന്നു. ഒരു ട്യൂബ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഒരെണ്ണം സ്റ്റെപ്പിനി എടുത്തിട്ടു. സ്റ്റെപ്പിനി ഇതിൻ്റെ വളരെ ചെറുതാണ്, സൈക്കിളിൻ്റെ ടയർ പോലെ ഇരിക്കുന്ന ഒരു ചെറിയ ഇതാണ്. അതിട്ട് അധികം ദൂരം ഓടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കണ്ണൂർ എത്തിയപ്പോഴത്തേനും, ഞങ്ങൾ തളിപ്പറമ്പ് ഭാഗത്ത് എത്തിയപ്പോഴത്തേനും ഞങ്ങളവിടെ ഒരു ടയർ കട തുറന്നിരിക്കുന്നത് കണ്ടു. അവിടുന്ന് ആളോട് പറഞ്ഞ ആൾ ഞങ്ങൾക്ക് ടയറൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ യാത്ര തുറന്നു. അങ്ങനെ ഞങ്ങൾ കണ്ണൂരിലേക്ക് ഇവിടെ പറയുമ്പോഴത്തേനും കണ്ണൂരിൽ ഒരു കേരള ഹോട്ടൽ കണ്ടു. കേരള ഹോട്ടലിനെ അവിടെ കയറി ഞങ്ങൾ ഫുഡ്, കേരള ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ പേരാണ് കേട്ടോ, ഒരു ചെറിയ ചായക്കട. അപ്പം രാവിലെ നല്ല ചൂട് ഫുഡ് കിട്ടുമല്ലോ എന്ന് കരുതി അവിടെ കയറി. നല്ല ഫുഡായിരുന്നു, ഞങ്ങൾ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡായിരുന്നു. ഫിഷ് കറിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. പൊറോട്ടയും ഫിഷ് കറിയും എനിക്കൊരു ഫേവറേറ്റാണ്. ഞാനത് കറി മേടിച്ച് കഴിച്ചു. എനിക്കത് കറി ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചോദിച്ചു എന്താ സ്പെഷ്യൽ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു രാവിലെ ചിക്കൻ്റെ ഒരു റോസ്റ്റൊക്കെ ഉണ്ട്, ചെറിയതാക്കി നുറുക്കിയതെന്നൊക്കെ പറഞ്ഞു. മുട്ടക്കറിയൊക്കെ ആണെങ്കിലും നല്ല ഇതാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ചിക്കൻ റോസ്റ്റ് ഒരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞു, വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു നാടൻ, നല്ല വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടായിരുന്നു അവിടെ. നല്ല അതിൻ്റേതായിട്ടുള്ളൊരു രുചിയും കാര്യങ്ങളൊക്കെ നല്ല ചിക്കനിലുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ പൊറോട്ടയാണ് കഴിച്ചത്, ബാക്കി എല്ലാവരും അപ്പവും എല്ലാം മാറി മാറി കഴിച്ചു. നല്ല ഫുഡ്, ഞങ്ങൾ അവരോടും പറഞ്ഞു നല്ലൊരു ഫുഡാണ് എന്ന് പറഞ്ഞു. സോബിൻ മിക്കവാറും കണ്ണൂർ പോകുന്ന ഒരാളായതുകൊണ്ട്, നമ്മുടെ ഓഫീസ് ആവശ്യം പോകുന്നുണ്ട്, സോബിൻ അവിടെ സ്ഥലമൊക്കെ നോട്ട് ചെയ്താണ് പോകുന്നത്. അങ്ങനെ പോകുന്ന ഒരു ഇരുട്ടിയൊക്കെ കഴിഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് കേളകമൊക്കെ എത്തിയപ്പോഴത്തേനും നല്ല ഉറക്കം വരാൻ തുടങ്ങി, രാത്രി മുഴുവൻ വണ്ടി ഓടിച്ചിട്ട്. അപ്പം ഞങ്ങളങ്ങനെ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി നിർത്തി. അപ്പം അതിനടുത്തൊരു പുഴയുണ്ടല്ലോ, അപ്പോൾ പുഴയിലൊന്ന് മുങ്ങിക്കുളിച്ചാൽ നമുക്ക് ഒരു ഉന്മേഷമാകുമെന്ന് കരുതി ഞങ്ങൾ കൊട്ടിയൂർ നിർത്തിയിട്ട് തോർത്തൊക്കെ എടുത്ത് പതുക്കെ പുഴയിലേക്ക് ചെന്നു. വെള്ളവും ആഴമൊന്നും ഇല്ലെങ്കിൽ കൊട്ടിയൂർ പുഴയെപ്പറ്റി നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ഉരുളം കല്ലുകളൊക്കെ ഉള്ള നല്ലൊരു തെളിഞ്ഞ വെള്ളം ഒഴുകുന്നൊരു ഇത് ഞാൻ പലപ്പോഴും അതിൽ പാസ് ചെയ്യുമ്പോൾ ഞാൻ നോക്കി നിൽക്കാറുള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ കൊട്ടിയൂർ ഇറങ്ങി പുഴയിലേക്ക് ഞങ്ങൾ കുട്ടികളുമായിട്ട് പോയി. രണ്ട് ആയിട്ട് തിരിഞ്ഞാണ് ഒഴുകുന്നത്, നടുക്കൊരു തുരുത്തുണ്ട്. ഇപ്പുറത്തെ വശം അത്ര ഒരു വൃത്തിയൊന്നുമില്ല, അമ്പലത്തിൻ്റെ അവിടെ നിന്നൊക്കെയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഒഴുകി വരുന്നുണ്ട്, ബിൽഡിങ്ങുകളിൽ നിന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനപ്പുറത്ത് നല്ലൊരു തുരുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ് വെള്ളം ഒഴുകുന്ന നല്ല ഒരു പുഴ. ഞങ്ങളതിനകത്തൂടെ ഇറങ്ങി നേരെ അപ്പുറത്തെ വശത്തേക്ക് പോവുകയാണ്. കുട്ടികളൊക്കെ സൂക്ഷിച്ച് തെന്നി വീഴാണ്ട് അവരുടെ കയ്യിലൊക്കെ പിടിച്ച് പതുക്കെ കുറച്ച് വെള്ളത്തിനകത്തൂടെ ഒന്ന് ഇറങ്ങി വേണം അപ്പുറത്തോട്ട് പോകാനായിട്ട്. വലിയ ഒഴുക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകൾ വശത്തേക്കൊക്കെ നോക്കി മഴയൊക്കെ പെയ്യുന്നുണ്ടോ മലയുടെ മേളിൽ നിന്ന് നോക്കി. കാരണം വയനാടിനോടടുത്തുള്ള സ്ഥലമാണല്ലോ. അങ്ങനെയല്ല, മലമുകളിലൊക്കെ ഉരുൾ പൊട്ടുകയോ ഒന്നും മഴയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയത്തൊന്നുമില്ല, ഇവിടെ വന്നു കഴിയുമ്പോഴേ അറിയുള്ളൂ. അപ്പം അങ്ങോട്ടൊക്കെ നോക്കി അവിടെയൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുന്നതെന്ന് കണ്ടതിന് ശേഷമാണ് അങ്ങോട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോയത്. കാരണം ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. കാരണം ഇനി ഒരടി മുന്നോട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ രണ്ടുപേരും. മാറി മാറി ഓടിച്ച് ഞങ്ങൾ രണ്ടുപേരും ക്ഷീണിതരാണ്. അപ്പോൾ വണ്ടിയുടെ ടയർ കുഴിയിൽ ചാടിയതോടുകൂടി സോബിൻ്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ പോയി വണ്ടി ഓടിക്കാൻ. ആൾ ഭയങ്കര, നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ആൾക്ക് ഭയങ്കര വിഷമം വണ്ടി കുഴി ചാടിയില്ലോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും അവൻ്റെ ടെൻഷനും മാറട്ടെ, ഞങ്ങളുടെ ഉറക്കവും പോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വന്നു. വെള്ളം കണ്ടതേ കുഞ്ഞാവ ചാടി അതിനകത്തേക്ക് ഇറങ്ങി. കാരണം നല്ല സേഫാണ്, ഉരുളൻ കല്ലുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഒട്ടും ആഴമൊന്നുമില്ല. പക്ഷെ നല്ല തെളിഞ്ഞ നല്ല വെള്ളം. അതിനകത്ത് കാല് പൊക്കിയപ്പോൾ തന്നെ ഒരു അത്രം ഉന്മേഷം തരുന്ന ഒരു പുഴ. നല്ല കണ്ണാടി പോലത്തെ വെള്ളവും ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും പുഴയിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ചെറിയൊരു കുഴിയൊക്കെ ഉള്ളവർക്കും തപ്പിപ്പിടിച്ച് അതിനകത്ത് ഇറങ്ങിക്കിടന്ന് ഒന്ന് മുങ്ങി പൊങ്ങി ഒന്ന് ഉഷാറായി. നല്ലൊരു ഉണർവ് കിട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കിടന്നുറങ്ങിയാൽ കിട്ടില്ല അത്ര ഉന്മേഷം. അത്രയും നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പോകുമ്പോഴൊക്കെ ആൾക്കാർ, നമ്മൾ ഈ പോകുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്, നമ്മുടെ അടുത്ത് നാട്ടുകാരോടൊന്ന് അന്വേഷിച്ചിട്ടൊക്കെ ഇറങ്ങാവുള്ളൂ എന്ന് മാത്രം. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെ എക്സ്പ്ലോർ, നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പുറത്തോട്ട് വനം പോലെ കിടക്കുന്ന സ്ഥലമാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഉരുളങ്കല്ലുകളൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ ചിലവഴിച്ചു. ഞങ്ങൾക്ക് ഒരു ക്ഷീണമൊക്കെ മാറുന്നോടം വരെ വെള്ളത്തിൽ കിടന്നു. നല്ലൊരു ഉന്മേഷമൊക്കെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും വളരെ ഇഷ്ടമായി. പിള്ളേർ അതിനകത്ത് കയറുന്നുണ്ടായിരുന്നില്ല, അവർക്ക് അതിനകത്ത് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കയറി കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറേ നേരം കൂടിയും വെള്ളത്തിൽ കിടന്നു. എന്തായാലും അവരുടെ ഉന്മേഷമൊക്കെ തിരിച്ചു
പതുക്കെ അവിടുന്ന് പോകാം എന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അവിടെ അതിനടുത്ത് തന്നെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കട കണ്ടു വെച്ചിരുന്നു. അവിടുന്ന് നല്ല ചൂട് ചോറും കാര്യങ്ങളൊക്കെ കിട്ടി. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ പാൽച്ചുരം കയറുകയാണ്. അതിനിടയ്ക്ക് വണ്ടി അവിടെ നിർത്തിയിട്ട് ഇപ്പം കാക്ക ഗ്ലാസ്സിൽ എന്തോ പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പം ശകലം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പാൽച്ചുരം കയറുകയാണ്. പാൽച്ചുരം വയനാട്ടിലേക്ക് ഇപ്പോൾ ഏക വഴി അതാണ് കണ്ണൂരിൽ നിന്ന്. മറ്റേ പേരിയാച്ചുരമൊക്കെ മൊത്തം ഇരുന്ന് പോയിട്ട് 6 മാസത്തോടെ എടുക്കുമെന്നാണ് പറഞ്ഞത് അതിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ട്. വഴി മൊത്തം ഇരുന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് പാൽച്ചുരമാണ്. പാൽച്ചുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു ചുരമാണ്. ഒറ്റ മഴ പെയ്ത് കഴിഞ്ഞാൽ അടഞ്ഞു പോവുകയും ചെയ്യും. വയനാട്ടിലേക്ക് കണ്ണൂരിൽ നിന്നുള്ളൊരു വഴി അതാണ്. അത്യാവശ്യം സ്കില്ലായിട്ടുള്ള ആളുകൾക്കാണ് ആ പാൽച്ചുരത്തേക്കൂടെ വണ്ടി ഓടിച്ച് കയറി പോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം വളരെ ഇടുങ്ങിയ വളവുകളും എല്ലാമാണ്. പിന്നെ സൂക്ഷിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകണം. താഴോട്ട് ഭീകരമായ ഗർത്തങ്ങളും ഒക്കെയാണ്. സൈഡൊക്കെ കാണാൻ നല്ല ഭംഗി, പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ട്. നല്ല മലനിരകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങളങ്ങനെ പാൽച്ചുരം കയറി നേരെ സുൽത്താൻ ബത്തേരി പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അപ്പോൾ കുളിച്ചതുകൊണ്ട് തന്നെ നല്ലൊരു ഉന്മേഷമുണ്ട്. ഒരു ക്ഷീണമൊന്നുമില്ലാണ്ട് നല്ലൊരു ഉണർവ് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ പാൽച്ചുരം ഒരുവിധം കയറി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടികളൊക്കെ മുന്നിൽ പോകുന്നുണ്ട്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഏകദേശം ഞങ്ങൾ മേളിലെത്താറായി. ബോയ്സ് ടൗൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പാൽച്ചുരം കയറി ചെല്ലുന്നത്. അപ്പം മാനന്തവാടി വഴി പനമരം, അങ്ങനെ പനമരത്തുനിന്ന് നേരെ സുൽത്താൻ ബത്തേരി, ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വഴി. അപ്പം അമ്മ വീട് അവിടെ ഉണ്ട്, വേലിയമ്പത്തുണ്ട്. പക്ഷേ അവിടെ ഇന്ന് കയറാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് ബത്തേരിയിൽ ചെന്നതിന് ശേഷം നേരെ തിരിച്ചു പോകണം. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലെത്തി. ആ വയലുകളും കാണുമ്പോൾ തന്നെ അറിയാലോ, വയനാടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് ഒരു മടുപ്പും തോന്നിക്കാത്തൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇല്ലിക്കൂട്ടം, നല്ല ഇടതോർന്ന് നിൽക്കുന്ന ഇല്ലിക്കൂട്ടങ്ങൾ. അതിന് ഒരു സൈഡിൽ വയൽ, ഒരു സൈഡിൽ വനം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല വയനാടിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇപ്പോൾ എത്രയൊക്കെ ദുരന്തം ഉണ്ടെങ്കിലും വയനാട്ടിൽ ടൂറിസം എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് തന്നെയുണ്ട്. എല്ലാവർക്കും വയനാട്ടിലേക്ക് സ്വാഗതമാണ്. കാരണം വയനാട് എന്ന് പറയുന്നത് തകർന്ന് നിൽക്കുന്ന സമയമാണ് അവിടുത്തെ എല്ലാവരും. അപ്പം നമ്മൾ മാക്സിമം നമുക്ക് ചെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്, അവിടെ ചെല്ലുക. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിലെത്തി. നമ്മളുടെ ബ്രാൻഡ് ഔട്ട്ലെറ്റ് വരുന്ന, കമ്പനിയുടെ ഔട്ട്ലെറ്റ് വരുന്നതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രാഞ്ചൈസി ആയിട്ടാണ് അതിപ്പം എല്ലാ സ്ഥലത്തും ഇതേ ഒരു രീതിയിൽ വരാനായിട്ടൊരു പ്രത്യേക ഡിസൈനിലൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പം നല്ലൊരു വർക്ക് അവിടെ പെയിൻറ്റിങ്ങുകാരൊക്കെ അത്യാവശ്യം ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി നടന്ന് കണ്ട് അതിനകത്ത് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നോക്കി ഇലക്ട്രീഷ്യന് ചെയ്യേണ്ട സ്ഥലങ്ങളിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോബിനെ പറഞ്ഞ് ഏൽപ്പിച്ച് വർക്കൊക്കെ ഇത് നോക്കി ഞങ്ങൾ പതുക്കെ ഇന്ന് തിരിച്ചു പോകാനുള്ള തിരക്കിലാണ്. അപ്പം എല്ലാം ഒന്ന് നോക്കി കണ്ടു. എല്ലാവർക്കും അഭിപ്രായങ്ങൾ എല്ലാവരുടെയൊക്കെ ഒന്ന് ചോദിച്ചു, എന്തൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ സജഷൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടതിന് ശേഷം പതുക്കെ അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു നവംബർ മാസത്തോടുകൂടി ഓപ്പണിങ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പണികൾ എത്രയും വേഗം തീർത്ത് വേഗം നവംബർ മാസത്തിലെങ്കിലും ഓപ്പൺ ചെയ്യണം എന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ മാസം ഓപ്പൺ ചെയ്യാൻ വിചാരിച്ചതാണ്. പക്ഷേ വയനാട് ദുരന്തത്തെ തുടർന്ന് പണി നീട്ടി വെക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ പണി തുടങ്ങാൻ ഒത്തിരി താമസിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കുകൾ നീണ്ടുപോയി. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്, ഒന്ന് ഒതുങ്ങിയതിന് ശേഷമേ നമുക്കത് തുറക്കാനായിട്ട് പറ്റുകയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ യാത്രകളെല്ലാം ഏകദേശം ഒന്ന് അവസാനിച്ചു. ഞങ്ങളപ്പം ഇതൊക്കെ കഴിഞ്ഞ് നേരെ എറണാകുളത്തേക്ക് വിട്ടു.